ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ ഇട്ട വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കുകളിലും കുറേ വീഡിയോസ് കണ്ടു. വെളിച്ചെണ്ണയെക്കുറിച്ച് മായം ചേരുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോസ് കണ്ടിരുന്നു. പറയുന്നത് ശരിയാണ്. കാരണം ജനങ്ങൾ കഴിക്കുന്ന മൊത്തം വിഷാംശമുള്ള ആഹാരങ്ങൾ പദാർത്ഥങ്ങളും ഒക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് മായം ചേരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കും സംശയമായി. നമ്മളും ഇത് വെളിച്ചെണ്ണ വീട്ടിൽ ഉപയോഗിക്കുന്നതല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വെളിച്ചെണ്ണ മേടിച്ചപ്പം ഞാൻ ഇത് നോക്കി. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജില്ല. ഫ്രിഡ്ജ് വെച്ച് നോക്കുമ്പോഴാണല്ലോ ഈ വെളിച്ചെണ്ണയുടെ മായത്തെക്കുറിച്ച് അറിയാമെന്നാണ് ആ വാർത്തയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ഞാനത് എന്ത് ചെയ്തു, നമ്മുടെ വീട്ടിൽ അതായത് ഷീറ്റിൻ്റെ തണുപ്പ് വെച്ച് വെളിച്ചെണ്ണ നല്ലതായിട്ട് കട്ടിയായി ഉറഞ്ഞപ്പോൾ രാവിലെ ഞാൻ നോക്കിയപ്പോൾ നല്ല പാല് പോലെ വെളുത്തിരിക്കുന്നത്. അപ്പോൾ കേരയുടെ വെളിച്ചെണ്ണയായിരുന്നു ഞാൻ വാങ്ങിച്ചേട്ടോ. സൂപ്പർ വെളിച്ചെണ്ണയാണ് ഇത്. കേരയുടെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇതുമില്ല, ഒരു മായവും ഇല്ലാത്ത വെളിച്ചെണ്ണയാണെന്ന് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും. കാരണം നല്ല പാല് പോലത്തെ കളറാവും എന്ന് പറഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചാൽ. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഇത്രയും കട്ടിയായിട്ടിരിക്കണമെങ്കിൽ പാല് പോലെ ആയെന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒരു മായവും ചേരാത്ത വെളിച്ചെണ്ണ. കേരയുടെ വെളിച്ചെണ്ണ നല്ല സൂപ്പർ വെളിച്ചെണ്ണയാണ്. എല്ലാവരും ഇത് ഉപയോഗിക്കുക. എല്ലാവരുടെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം മാറി സന്തോഷകരമായ ഒരു ജീവിതവും ആരോഗ്യകരമായ ഒരു ജീവിതവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ബൈ, സീ യു.